അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ അക്രിമൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങളെ ബഹുമാനിക്കണേ സഹാബാ. വഹ്സിനൂ അദബഹും, ആ മക്കൾക്ക് നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കണേ. മര്യാദ കുട്ടപ്പന്മാരായി നിങ്ങൾ വളർത്തിയെടുക്കണേ സഹാബാ. മാ നഹല വാലിദുൻ വാലിദ മിൻ നുഹ്ലി അഫ്ളല മിൻ അദബിൻ ഹസനാ. ഒരു പിതാവിന് ഒരു മാതാവിന് തന്റെ പൊന്നുമോന് പൊന്നുമോൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തെന്നറിയോ? അഫ്ളല മിൻ അദബിൻ ഹസനാ. അതേ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമേതാ? ആ പൊന്നുമക്കൾക്ക് നല്ല സ്വഭാവം പഠിപ്പിക്കലാണ്, നല്ല ചിട്ട പഠിപ്പിക്കലാണ്, നല്ല മര്യാദ പഠിപ്പിക്കലാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് സമ്മാനം കൊടുക്കുന്ന ഉമ്മ, ഓ മക്കൾക്ക് നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തോ. ആ പൊന്നുമക്കൾക്ക് നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുത്തോ. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. അതെപ്പോഴാ ചെയ്യേണ്ടതെന്നറിയോ? 15 വയസ്സ് കഴിയുമ്പോഴല്ല, 16 വയസ്സ് കഴിയുമ്പോഴല്ല, വിവാഹ പ്രായമാകുമ്പോഴല്ല. ആ പൊന്നുമക്കളെ നല്ല സ്വഭാവം പഠിപ്പിക്കേണ്ടത് അവര് നമ്മുടെ കൈത്തലങ്ങളിൽ വളരുന്ന സമയമുണ്ടല്ലോ, അവരെ കുട്ടിപ്രായം മുതലാ. പ്രിയപ്പെട്ടവരെ, എന്നാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ചെയ്യുന്നതെന്താ? ആ പൊന്നുമക്കൾക്ക് 5ഉം 6ഉം 7ഉം വയസ്സാകുമ്പോ ആ പൊന്നുമോൾക്ക് ഏറ്റവും നല്ല സ്റ്റൈലുള്ള വസ്ത്രം വാങ്ങി കൊടുക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ കാണുന്ന പല രീതിയിലുള്ള ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്ന വസ്ത്രമല്ലേ 7 വയസ്സായ 8 വയസ്സായ പൊന്നുമോൾക്ക് കൊടുക്കുന്നത്? പൊന്നുമോൾക്ക് കൊടുക്കുന്നത് ആ പൊന്നുമോൾക്ക് അതുപോലുള്ള സ്റ്റൈലുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിപ്പിക്കുമ്പോ ആ പൊന്നുമോള് 15 വയസ്സാകുമ്പോ, പ്രായപൂർത്തിയാകുമ്പോ, അന്ന് വരെ സ്റ്റൈലുള്ള വസ്ത്രം ധരിച്ച മോളെങ്ങനെ പറയിടുക? എന്റെ ഉമ്മ ആ പൊന്നുമക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ല സമ്മാനം, ആ പൊന്നുമക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല സമ്മാനം എന്തെന്നറിയോ? നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കലാണ്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മൾ നന്നാവുക, നമുക്ക് നല്ല സ്വഭാവം വരട്ടെ, തലമറയ്ക്കുന്നവരായി മാറട്ടെ. പ്രസംഗവേദികളിലേക്ക് കടന്നു വരുമ്പോ തലമറയ്ക്കുന്ന സ്വഭാവം മാറ്റണേ ഉമ്മ. കല്യാണ വീട്ടിൽ പോകുമ്പോഴാകട്ടെ, മയ്യത്ത് വീട്ടിൽ പോകുമ്പോഴാകട്ടെ, ഏത് ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോഴാകട്ടെ, ഭർത്താവിന്റെ മുന്നിലല്ലാതെ നിന്റെ ഔറത്ത് തുറന്ന് കാണിക്കരുതേ ഉമ്മ. അങ്ങനെ പുറത്ത് മറച്ചുകൊണ്ട് പരിപൂർണമായ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കാനില്ലാതെ നിന്റെ മക്കൾ നന്നാവില്ല ഉമ്മ. എന്റെ പെങ്ങളെ, നിന്റെ മക്കൾ നന്നാവില്ല. ആ മക്കളുടെ കുട്ടിക്കാലം മുതലേ അവർക്ക് നല്ല സ്വഭാവം കാണിച്ചു കൊടുക്കുക. എന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ കുങ്കുമപ്പൂ കാണുന്നതിന്റെ തിരക്കിലാണ് പ്രിയപ്പെട്ട സഹോദരിമാര്. അതുപോലുള്ള സീരിയൽ കാണുന്ന തിരക്കിലാണ്. പ്രിയപ്പെട്ട മകനോട് പറയുകയാണ്, മകനെ നീ നമസ്കരിച്ചിട്ട് ഖുർആൻ ഓതടാ. ഉമ്മ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ ടിവിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാ പറയുന്നത്, മോനെ നീ ഖുർആൻ ഓതടാ, നീ സ്കൂളിലുള്ളതും പള്ളിയിലുള്ളതും പഠിക്കടാ എന്ന് ആ പൊന്നുമോനോട് പറഞ്ഞ എങ്ങനെ പ്രിയപ്പെട്ടവരെ ആ മക്കൾ നന്നാവുക? സാധ്യമല്ല, സാധ്യമല്ല. ആദ്യം നമ്മൾ നമസ്കരിക്കുക, ശേഷം ഖുർആൻ ഓതി കാണിച്ചു കൊടുക്കുക. അത് കണ്ടു വേണം നമ്മുടെ മക്കൾ വളരാ. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മക്കള് പ്രായപൂർത്തിയാകുമ്പോൾ അവരെ നന്നാക്കാൻ ശ്രമിച്ചാ സാധ്യമല്ല. ഓ മക്കളെ നന്നാക്കാൻ നിനക്ക് കഴിയൂല്ല ഉമ്മ. എന്റെ ചെറുപ്പക്കാരാ, കൊച്ചുമക്കൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സിനിമ നടികളും ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് വാങ്ങാൻ വേണ്ടി, വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഉത്സാഹം കാണിക്കുന്ന പെങ്ങളെ, നിനക്ക് മക്കളെ നന്നാക്കാൻ കഴിയില്ല. പ്രായപൂർത്തിയായിട്ട്
മക്കളെ നന്നാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ നന്നാക്കാൻ ശ്രമിച്ചോ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ കൗമാര പ്രായക്കാരായ കുട്ടികളുടെ കയ്യിലാണ് ആൻഡ്രോയിഡ് സെറ്റ് പോലും ഉപയോഗിക്കുന്നത്. കൗമാരപ്രായക്കാരായ ആൺമക്കളുടെ കയ്യിൽ, പെൺമക്കളുടെ കയ്യിൽ പ്രായപൂർത്തി പോലും ആയിട്ടില്ല, 15 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ആ പൊന്നോമന മക്കളുടെ കയ്യിലേക്ക് നിങ്ങൾ സമ്മാനമായി കൊടുക്കുന്നത് മൊബൈലാണ്. എന്റെ ഉമ്മ, അത് നിങ്ങളാ പൊന്നുമക്കളെ വഴികേടിലേക്ക് തള്ളിവിടുകയാണ്. വഴികേടിനുള്ള സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. ആ മക്കൾ എങ്ങനാ നന്നാവുക? ഈ ലോകത്തുള്ള ഏത് അശ്ലീല ചിത്രങ്ങളും ആ മൊബൈലിലൂടെ ഇന്റർനെറ്റിലൂടെ കണ്ടാസ്വദിക്കുകയാണ്. അത് നിങ്ങൾ അറിയുന്നില്ല. ആ മക്കള് ഫോൺ ഉപയോഗിക്കുന്നതാ നിങ്ങൾ കാണുക. രാത്രിയിൽ റൂമിന്റെ കുത്തിയിട്ടുകൊണ്ട് ലോകത്ത് നടക്കുന്ന അമേരിക്കക്കാരന്റെ അരമന രഹസ്യങ്ങളും കാണുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ, നിങ്ങളെ മൊബൈൽ വാങ്ങിക്കൊടുത്തത് കൊണ്ടല്ലേ പൊന്നുമക്കളെ നശിച്ചു പോയത്. അല്ലാഹുവേ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഒരുപാട് പ്രതീക്ഷകളുമായി വളർത്തുകയാണ്. അല്ലാഹുവേ, നാളെ ഇത് ലോകത്തിൽ കണ്ണീര് കുടിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ.